ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മുട്ട വറവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നല്ല ഭംഗിയുമാണ് അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയുടെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ 3 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. എരിവ് ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടതൊന്ന് പതപ്പിച്ചെടുക്കാം. ഇനി അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ ഇട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 മുട്ടയ്ക്ക് ആവശ്യമുള്ളത്രയാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ ഒരുപാടങ്ങ് വഴന്ന് പോകേണ്ട ആവശ്യമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതുകൂടെ ചേർക്കുമ്പോഴാണ് അതൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടും, ചെറിയ ഉള്ളിയുടെയൊക്കെ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു പരുവത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ക്യാരറ്റാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ്. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പം ഇതും അതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങ് ഇളക്കി എടുക്കരുത്. ഓരോന്നായിട്ട് വേണം ചേർക്കുക. ഇനി കുറച്ച് പച്ചമുളകാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കാണെങ്കിൽ പച്ചമുളക് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ ടൊമാറ്റോ ആണ്. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചേർക്കുന്നതായിരിക്കും നല്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഇടുകയാണെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് നമുക്ക് കിട്ടുകയില്ല. നിങ്ങളങ്ങനെ ചെയ്താൽ ഒട്ടും ശരിയല്ല. ഇങ്ങനെ ഓരോന്നായിട്ട് വേണം നമ്മളതൊന്ന് ചേർത്ത് കൊടുക്കാനേ. ഇനി ഞാൻ കുറച്ച് ക്യാപ്സിക്കമാണ്, ഒരു ചെറിയ കഷ്ണം അതൊന്ന് അരിഞ്ഞെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതും കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങ് ഞാൻ പറഞ്ഞ പോലെ ഒരുപാടങ്ങ് വഴന്ന് പോരുത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് പെരിഞ്ചീരപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോയി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് തേങ്ങയാണ്. ആ തേങ്ങ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ മുട്ട വറവിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. നല്ലൊരു പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് ഞാൻ പറഞ്ഞ പോലെ മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി, നമുക്ക് മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാൽ നമുക്കിതിൽ കുറച്ച് ഉപ്പ് വേണമല്ലോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഓരോ വശത്തോട്ട് ആക്കി കൊടുക്കാം. ഇത് കാണാൻ തന്നെ ഒരു ഭംഗിയില്ല അല്ലേ? അപ്പോൾ എല്ലാം ഓരോ വശത്തോട്ട് മാറ്റി വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ വശങ്ങളിലോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒഴിക്കേണ്ട എന്താണെന്ന് അറിയാമോ? നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് മുട്ട, അതിലോട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ആ നടുഭാഗത്തേന് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. അതുപോലെ തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് ഇളക്കി കളയരുത്. ഒരു കുറച്ച് നേരം നമ്മളതങ്ങനെ തന്നെ ഒരു 2 മിനിറ്റ് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് വേണം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. കാരണം അതങ്ങ് പൊടിഞ്ഞു പോകരുത്. അതുപോലെയാണ് നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചിലത് മുട്ട തോരനൊക്കെ വയ്ക്കുമ്പോൾ ഒരുപാടങ്ങ് ചെറിയ പീസായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ ഞാനിതിന് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ചേർക്കുമ്പോഴേ തന്നെ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കിട്ടും നമുക്ക്. ചിലപ്പോൾ മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് എനിക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2 മിനിറ്റ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓരോ വശങ്ങളായിട്ട് കുറച്ചായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് നന്നായിട്ട് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യമേ നമ്മളങ്ങ് പൊടിച്ച് കളയരുത്. ചെറുതായിട്ടൊന്ന് നമുക്ക് ഓരോ വശത്തുനിന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. എന്നാൽ മാത്രമേ ഇതിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ എന്ന് ഓർത്ത്. ഇനി നിങ്ങളിങ്ങനെ തന്നെ മുട്ട വറവൽ ചെയ്ത് നോക്കും.
കാരണം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തി, പൂരി ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അതെ, നമ്മുടെ മുട്ട വറവൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് സമയം കൂടെ ആകുമ്പോൾ തന്നെ അതെ ആ ചെറിയ ചെറിയ പീസുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണം കിടക്കാനായിട്ട്, എന്നാൽ മാത്രമേ ഇത് നല്ലതായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ ആദ്യമേ ഇതിനങ്ങ് ഇളക്കിയെടുത്താൽ നമുക്കിങ്ങനെ ഈ പീസ് കിട്ടൂലല്ലോ. അപ്പം നമ്മൾ ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതെ നമ്മുടെ മുട്ട വറവൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നല്ല ടേസ്റ്റായിട്ട് വരും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ എന്നാലും എനിക്ക് ഇനി പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ടുള്ളൊരു സന്തോഷം തോന്നുള്ളൂ. കാരണം അത് നിങ്ങളുടെ കമൻറ്റാണല്ലോ നമുക്ക് വീണ്ടും നമുക്ക് ഇതിലോട്ടുള്ള മുന്നോട്ടുള്ള ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നോക്കി ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടണം. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു കേട്ടോ. താങ്ക് യു.